നാട്ടിലേക്ക് പരന്നു. പെണ്ണുങ്ങൾ ഇളകി മറിഞ്ഞു. ഒരു സ്ത്രീ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ നേരിട്ടു. പോകുന്ന വഴിമധ്യേ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ സമീപിക്കുകയാണ്. നിങ്ങൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി കേട്ടു, മഹർ കൂട്ടാൻ പാടില്ലെന്ന്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ വആതൈതും ബിഹിദാഹുന്ന ഖിൻത്വാറൻ ഫലാ തഖുദൂ മിൻഹു ശൈആ. നിങ്ങൾ ഒരു വിവാഹം കഴിച്ചു, ആ പെണ്ണിനെ ഒഴിവാക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഒഴിവാക്കുകയാണ്, മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ പോകുന്നു എങ്കിൽ ആദ്യത്തെ പെണ്ണിന് നിങ്ങൾ കൊടുത്ത സംഖ്യ മഹർ ഭീമമായ ഒരു സംഖ്യയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? കൊടുത്ത സംഖ്യ ഭീമമായ സംഖ്യയാണെങ്കിലും തിരിച്ചു വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞതിൻ്റെ ധ്വനി ഭീമമായ സംഖ്യ ആവശ്യപ്പെടാമെന്നും കൊടുക്കാമെന്നുമല്ല വാങ്ങാമെന്നുമല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ അങ്ങ് കേട്ടപ്പോൾ അവിടുന്ന് നിങ്ങൾ നോക്കണം, ആ വലിയ ഗജവീരനായ മഹാനായ ഭരണാധിപൻ കൊച്ചു കൊതികിനെ പോലെ ഖുർആനിന് മുമ്പിൽ ചെറുതായി പോയി. ഉമറിന് തെറ്റുപറ്റി, പെണ്ണിന് സത്യം മനസ്സിലായി, തൻ്റെ ഉത്തരവ് പിൻവലിക്കുന്നു, ഓർഡിനൻസ് പിൻവലിക്കുന്നു. ഇതാണ് മുഅ്മിനിന്റെ ലക്ഷണം. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞവിടെ അപ്പീലില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ നിയമമാണെങ്കിൽ അത് നമ്മൾ സർവാത്മന സ്വീകരിക്കണം, ശിരസാ വഹിക്കണം. അവിടെ പിന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. പെണ്ണ് കാണുന്നത് വിവാഹാഷണം നടത്തിയ പുരുഷനും പ്രതിശ്രുത വധുവിനും മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അവൾക്ക് തിരിച്ചും കാണാം, അവിടെ നിന്ന് അങ്ങോട്ടും കാണാം. എന്നാൽ ഇപ്പോൾ ഒരു സമ്പ്രദായം ഉണ്ട്, എന്താണെന്നറിയോ? സ്നേഹിതന്മാർ ഒന്നിച്ച് നമ്മുടെ വിവാഹത്തിലെ ആചാരങ്ങളിലേക്ക് കടന്നു വരുന്നത്. പെണ്ണ് കാണാൻ പോകുന്നത് സ്നേഹവൃന്ദത്തോടു കൂടി പോവുക, സ്നേഹിതന്മാർ കൂടി പെണ്ണ് കാണുക. തരക്കേടില്ല. വേറെന്തെങ്കിലും ഷോപ്പിങ്ങിന് പർച്ചേസിന് പോവുകയാണെങ്കിൽ ചങ്ങാതിമാരൊക്കെ കൂട്ടിപ്പോയി അവർക്കൊക്കെ പറ്റും ചോദിക്കുക, പറ്റിയില്ലെങ്കിൽ സാധനം എടുക്കണ്ട, അല്ലെങ്കിൽ പറ്റെങ്കിലും എടുക്കാം. അത് പറ്റൂല. എന്നിട്ടോ തനിക്ക് കണ്ണിന് പിടിച്ച പെണ്ണാണെങ്കിലും സ്നേഹിതന്മാർ പറഞ്ഞു അത് കൊള്ളരുതാത്ത പെണ്ണിടെ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ഒഴിവാക്കുന്നു. മറ്റവർക്ക് കാണാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. മുസ്ലിം സഹോദരന്മാർ ഈ സദസ്സിൽ ധാരാളം നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ വേദനയോടുകൂടി പറയുന്നു, ഇന്ന് ഈ ദുരാചാരം വ്യാപകമായി വരികയാണ്. പെണ്ണ് കാണാൻ വരുന്നത് സ്നേഹിതന്മാരോടുകൂടി, സ്നേഹിതന്മാരുടെ മധ്യത്തിലേക്ക് പെണ്ണിനെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിതൻ വൃന്ദത്തെ ഒന്നിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുന്നു. അനുവദനീയമല്ല, പാടില്ല. അള്ളാഹ് ഹറാമാക്കിയത് നാം ഹറാമാക്കണം, അള്ളാഹ് ഹലാലാക്കിയത് ഹലാലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, കാണാൻ കൂട്ടത്തോടെ വന്നോട്ടെ. ഒറ്റയ്ക്ക് വരാൻ ചിലപ്പോൾ ഒരു ലജ്ജയുണ്ടാകും, അല്ലേ? അപരിചിതമായ ഒരു വീട്ടിലേക്ക് ഒരു വിവാഹാന്വേഷണത്തിന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു ലജ്ജ ഉണ്ടാകും. കൂട്ടുകാരുണ്ടായിക്കോട്ടെ, കൂട്ടുകാരോടൊക്കെ പുറത്തോടെ നിൽക്കാൻ പറയാം. പെണ്ണ് കാണാൻ വന്ന ആൾ ആരാണോ അയാളോട് മാത്രം അകത്തേക്ക് കിടക്കാൻ പറയുക. അകത്തേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞ് പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പെണ്ണിനെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഖൽവത്ത് ഹറാമാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ലില്ലാ കാന സാരിസുഹുമ ശൈത്വാൻ. ഒരു ആണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കാൻ പാടില്ല. ഒരു റൂമിലോ ഒരു വീട്ടിലോ ഒരു വിജനമായ പ്രദേശത്തോ ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നിയമമാണ്. വ്യഭിചാരത്തെ തടയുകയും വ്യഭിചാരത്തിൻ്റെ കവാടങ്ങൾ ഇസ്ലാം കൊട്ടിയടക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാം വ്യഭിചാരത്തെ തടയുകയും വ്യഭിചാരത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ നിയമമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്നതിനോ ഒന്നിച്ചിരിക്കുന്നതിനോ ഷോപ്പിംഗ് നടത്തുന്നതിനോ കൂടെ പോകുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നിനും ഒരു വിരോധവുമില്ല. വ്യഭിചരിക്കുന്നതിനോ അതിന് വിരോധമുണ്ടോ? ഉണ്ടോ? ഇല്ല. അവൾക്ക് സമ്മതമാണെങ്കിൽ, അവിവാഹിതയായ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലേ? ബലാത്സംഗ കേസ് കോടതിയിലെത്തിയാൽ ചോദ്യം അവൾക്ക് ഇഷ്ടമുണ്ടെന്നോ? ഇഷ്ടമാണെന്ന് തന്നെ പൊക്കോളം പറയും, പ്രശ്നമില്ല. ഇസ്ലാം അംഗീകരിക്കുമോ? ഇല്ല. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ജായിസാക്കിയതൊക്കെ നമുക്ക് ജായിസാവില്ല, ഗവൺമെൻറ് ഹറാമാക്കിയതൊക്കെ നമുക്ക് ഹറാമാവില്ല.
പലിശ നമ്മുടെ രാജ്യത്ത് അനുവദനീയമാണ്, നമുക്കോ പാടില്ല. മദ്യപാനം നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഹറാമാണ്. അപ്പം അതുകൊണ്ട് നാട്ടിലെ ആചാരങ്ങളും ആളുകൾ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നതല്ല നമ്മൾ നോക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നിയമം എന്ത് എന്നതാണ്. നമ്മുടെ അഭ്യുദയത്തിന് വേണ്ടി, ഇഹപരക്ഷേമത്തിന് വേണ്ടി കരുണാവാരിധിയായ ത്രികാലജ്ഞനായ സർവജ്ഞനായ ഉടയതമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള നിയമവ്യവസ്ഥിതിയുണ്ട്. ആ നിയമവ്യവസ്ഥയാണ് പറഞ്ഞത്, ഒരു പെണ്ണും ഒരാണും അന്യ ആണും അന്യ പെണ്ണും ഒരു റൂമിൽ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വിജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒറ്റയ്ക്ക് തനിക്കുകയില്ല. ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ, അവരിൽ മൂന്നാമൻ പിശാച് ആയിട്ടല്ലാതെ. അപ്പോൾ ആ പിശാച് ആ ആണിനെയും പെണ്ണിനെയും ദുർബോധനം നടത്തി ദുഷ്പ്രേരണ നൽകി പരസ്പരം അടുപ്പിക്കുകയായി, വേണ്ടാവൃത്തിയിൽ ഏർപ്പെടുത്തുകയായി. അതുകൊണ്ട് അതിൻ്റെ സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിവാഹം നടന്നിട്ടുണ്ടോ? ഇല്ല, വിവാഹം നടന്നിട്ടില്ല. വിവാഹാന്വേഷണം മാത്രമാണ് നടന്നത്. അതുകൊണ്ട് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തി വന്നിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയും ഒറ്റയ്ക്ക് ഒരു വീട്ടിലോ ഒരു റൂമിലോ സ്വതന്ത്രമായി സംസാരിക്കാൻ വിടാൻ പറ്റുകയില്ല. കാണാൻ വന്നതോണ കാണാം, ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കണമോ സംസാരിച്ചോളൂ. പെണ്ണിന് വിക്കുണ്ടോ, കുഞ്ഞുണ്ടോ, സംസാര വൈകല്യമുണ്ടോ പരിശോധിക്കുക. ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചോട്ടെ. പക്ഷേ ലിമിറ്റുണ്ട്. അടുത്ത ആൾ വേണം, ദൃഷ്ടി പതിയുന്നിടത്ത ആൾ വേണം. ഖൽവത്ത് പാടില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ വിവാഹാന്വേഷണമൊക്കെ നടത്തി ഫിറ്റായ പെണ്ണിനെ സെലക്ട് ചെയ്ത് ഇനി വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹം നടക്കുമ്പോൾ വിവാഹ സദസ്സിനെ കുറിച്ച് ആദ്യം പറയാം. ഈ കല്യാണ രാവിനെ കുറിച്ചും മൈലാഞ്ചി കല്യാണത്തെക്കുറിച്ചുമൊക്കെ കടന്നു വരികയാണ്. അതിൻ്റെ മുമ്പ് വിവാഹ സദസ്സിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം, നിക്കാഹിനെ കുറിച്ച്. നിക്കാഹിന് സാക്ഷി വേണമല്ലോ, 2 സാക്ഷി വേണം. ആ സാക്ഷി അതിൽ ധർമ്മനിഷ്ഠയുള്ള ആളുകളാകണം. നിക്കാഹിന് സാക്ഷ്യം വഹിക്കുന്ന നിക്കാഹി സഹിയാകണമെങ്കിൽ 2 സാക്ഷി വേണം. ആ 2 സാക്ഷികൾ അവർ ഇസ്ലാമിക ദൃഷ്ട്യാ വിശ്വാസയോഗ്യരാകണം, അതായത് ധർമ്മനിഷ്ഠയുള്ള ആളുകൾ അതിൽ ആകണം. അപ്പം നമ്മുടെ അമുസ്ലിം സഹോദരന്മാരോട് നമ്മൾ സൗഹൃദത്തിൽ വർത്തിക്കുന്നവരെയാണ് നമ്മൾ. നമ്മുടെ സദ്യകളിലോ ഗൃഹപ്രവേശിലോ അതുപോലെ കല്യാണത്തിനൊക്കെ നാം അവരെ ക്ഷണിക്കാറുണ്ട്, അവർ വരാറുണ്ട്, സദ്യ കൂട്ടാറുണ്ട്. പക്ഷേ ആ സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വലതുവശത്ത് കൃഷ്ണൻകുട്ടിയെയും ഇടതുവശത്ത് ജോസഫിനെയും നിർത്തുമോ? ഇല്ല. നമ്മൾ പള്ളിയിൽ ഇമാമത്ത് നിർത്താനോ നിസ്കരിക്കാനോ ഇമാമത്തിൽ നിസ്കരിക്കാനോ വാങ്ങിക്കൊടുക്കാനോ അവരെ ആരെങ്കിലും ആക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ദാനധർമ്മങ്ങളും സമ്മാനങ്ങളുമൊക്കെ ആർക്കും കൊടുക്കാം, മുസ്ലിമിനും കൊടുക്കാം, അമുസ്ലിമിന് കൊടുക്കാം. എത്രത്തോളം അമുസ്ലിം സഹോദരന് വേണമെങ്കിൽ നേർച്ചയും കൂടിയാക്കാമെന്നാണ് നമ്മുടെ വിക്കേൻ്റെ കിതാബിലൊക്കെ പറഞ്ഞത്. അങ്ങനെ നേർച്ചയാക്കിയ നേർച്ച സഹിയാണെന്നും കൊടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് വർഗീയതയല്ലേ? അത് വർഗീയതല്ല. വർഗീയതയാണെങ്കിൽ മറ്റിടത്തുനിന്ന് കൊടുക്കാൻ പറ്റും, സമ്മതിക്കൂല ഇസ്ലാം. എല്ലാ ദാനധർമ്മങ്ങളും വിവേചനമില്ലാതെ കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഉദ്ഹിയ്യത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റില്ല. അക്കീക്കയുടെ മാംസം കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അത് മുസ്ലിമുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ, അല്ലേ? അതുപോലെ നിക്കാഹിൻ്റെ സദസ്സിൽ സാക്ഷികളാകേണ്ടത് ആരാണ്? അത് 2 മുസ്ലിംകൾ. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കള്ളുകുടിയനെ കൊണ്ടുവന്ന് ഇരുത്തി, 2 തമ്മാടികളെ കൊണ്ടുവന്ന് ഇടത്തും വലത്ത് ഇരുത്തിയിട്ട് സാക്ഷികളാക്കിയാൽ നിക്കാഹ് സയ്യാവുകയില്ല. അപ്പോൾ സാക്ഷിക്ക് പറ്റുന്നവരാകണം. നിക്കാഹിൻ്റെ സദസ്സിൽ വരുന്നത് നല്ല നല്ല ആളുകളാകണം. ആളുകളെ നല്ല കൂട്ടുകാർ, ചങ്ങാതിമാർ, സ്നേഹിതന്മാരെയൊക്കെ കല്യാണത്തിൽ പങ്കെടുപ്പിക്കുക, വിവാഹ സദസ്സിൽ പങ്കെടുപ്പിക്കണം. പക്ഷേ സാക്ഷികളാകുന്നവർ നല്ലവരാകണം, അവരെ അടുത്ത് കൊണ്ടുവരണം.